പിന്നെ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബാർലി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് ബാർലി എടുത്ത് നന്നായി 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് തന്നെ കുതിരാൻ വെക്കണം കേട്ടോ. നമ്മൾ കുതിർത്തിരുത്തിട്ടുള്ള ബാർലി നമുക്ക് കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലെങ്കിലും വേണ്ടി വരും കേട്ടോ. ഇവിടെ ഞാൻ സൂപ്പിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളുടെ ബാർലിയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബട്ടറിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി ബട്ടറൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഒരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 ചുവന്നുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിരുന്നു. അതും കൂടി എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ബീൻസ് 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ ബാർലി. ബാർലിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയറു സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ബാർലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും വളരെ നല്ലതാണ്. ഇനി വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിളിൻ്റെ അളവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങയില ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബാർലിയൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച ആ വെജിറ്റബിളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുരിങ്ങയിൽ ചെറുതായി വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബാർലി ഒഴിച്ചു കൊടുക്കാം. ബാർലി അരച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ എരിവിനായിട്ട് കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബാർലി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ബാർലി നമ്മൾ അരയ്ക്കാതെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ കുറച്ചധികം കട്ടിയിലെടുക്കുക എന്നുണ്ടെങ്കിൽ വിശപ്പ് മാറാനൊക്കെ നല്ലതാണ്. ബാർലി വേവിച്ചത് നമുക്ക് കഞ്ഞി പോലെ കുടിക്കാനും നല്ലതാണ് കേട്ടോ. ബാർലി വേവിച്ചതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കാം കേട്ടോ.
നമ്മളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ആ എരിവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എരിവിന് കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ബാർലി സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്